പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. നവംബർ 1 മുതൽ കാനഡയിലെ വർക്ക് പെർമിറ്റ് നിയമങ്ങളിൽ വൻ മാറ്റങ്ങൾ വരുത്തും. പുതിയ നിയമം ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറുന്നവർക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. കാനഡയിലെ കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് എമിഗ്രേഷൻ സംവിധാനത്തിൽ മാറ്റം കൊണ്ടുവരുന്നു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ, വിദേശ തൊഴിലാളികൾ, സ്ഥിരതാമസക്കാർ എന്നിവരെയാണ് ഇത് ബാധിക്കുക. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും താൽക്കാലിക വിദേശ തൊഴിലാളികളുടെയും വർധനവ് കാരണം കാനഡയിൽ സമീപ വർഷങ്ങളിൽ താൽക്കാലിക താമസക്കാരുടെ എണ്ണം വർദ്ധിച്ചു. അതിനാലാണ് കാനഡ സർക്കാർ അടുത്ത 3 വർഷത്തേക്കുള്ള ഏറ്റവും പുതിയ എമിഗ്രേഷൻ ലെവൽ പ്ലാൻ പ്രഖ്യാപിക്കുന്നത്. വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുന്നവർക്ക് ഫ്രഞ്ചിലോ ഇംഗ്ലീഷിലോ മിനിമം ഭാഷാ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അടുത്ത 3 വർഷത്തിനുള്ളിൽ കർശനമായ നിയമങ്ങളിലൂടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റുകളുടെ എണ്ണം 1.75 ലക്ഷം കുറയ്ക്കാനാണ് കനേഡിയൻ സർക്കാർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ കോർപ്പറേറ്റ് നികുതി അടയ്ക്കാനുള്ള സമയപരിധി ഡിസംബർ 31 വരെ നീട്ടി. ടാക്സ് റിട്ടേൺ സമർപ്പിക്കാൻ 1 വർഷത്തിൽ താഴെ കാലാവധിയുണ്ടായിരുന്ന കമ്പനികൾക്കാണ് ഇളവ്. 2024 ഫെബ്രുവരി 29-നോ അതിനു മുമ്പോ ടാക്സ് കാലാവധി കണക്കാക്കുന്നവർക്കാണ് ഡിസംബർ 31 വരെ സാവകാശം നൽകിയതെന്ന് ഫെഡറൽ ടാക്സ് അതോറിറ്റി അറിയിച്ചു. വാർഷിക വരുമാനം 3.75 ലക്ഷം ദിർഹത്തിൽ കൂടുതലുള്ള കമ്പനികൾ 9% കോർപ്പറേറ്റ് നികുതി നൽകണം. രാജ്യത്ത് കമ്പനികൾ ആരംഭിച്ച് 3 മാസത്തിനകം കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർക്കാർ, സ്വകാര്യ ജോലിയിൽ നിന്നുള്ള ശമ്പളത്തിനോ മറ്റ് വ്യക്തിഗത വരുമാനത്തിനോ കോർപ്പറേറ്റ് നികുതി ബാധകമല്ല. കൃത്യസമയത്ത് നികുതി അടച്ച് നികുതി ഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടാക്സ് അതോറിറ്റി കോർപ്പറേറ്റ് നികുതി അടയ്ക്കാനുള്ള സമയപരിധി നീട്ടി നൽകിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2022-ൽ സർക്കാരിന്റെ NRI സെല്ലിന് ലഭിച്ചത് 400-ലധികം പരാതികൾ. ഗാർഹിക പീഡനങ്ങളും സ്ത്രീധനം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാതികളുമാണ് അധികവും. ഗാർഹിക പീഡനം, പാസ്പോർട്ട് കണ്ടുകെട്ടൽ, സ്ത്രീധന ആവശ്യങ്ങൾ, കുട്ടികളുടെ കസ്റ്റഡി തർക്കങ്ങൾ എന്നിങ്ങനെയുള്ള പ്രധാന പ്രശ്നങ്ങൾ ഉൾപ്പെടെ സ്ത്രീകൾ നൽകിയ പരാതികളുടെ കണക്കാണ് പുറത്തുവന്നിരിക്കുന്നത്. വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് 2022 ജനുവരി മുതൽ മാർച്ച് വരെ 109 പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ലഭിച്ചത് 372 പരാതികളാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ദേശീയ വനിതാ കമ്മീഷൻ വിദേശകാര്യ ആഭ്യന്തര മന്ത്രാലയങ്ങളുമായി ഏകോപിപ്പിച്ചു. പരാതിക്കാർക്ക് മാനസികവും സാമൂഹികവും നിയമപരവുമായ കൗൺസിലിംഗ് ദേശീയ വനിതാ കമ്മീഷൻ നൽകി. പതിവ് ടെലിഫോണിക് കൗൺസിലിംഗ് സെഷനുകൾക്കു പുറമെ 45 വാക്കിൻ പരാതികളാണ് കൈകാര്യം ചെയ്തത്. NRI വിവാഹങ്ങളിൽ അക്രമമോ തർക്കങ്ങളോ നേരിടുന്ന സ്ത്രീകളെ കൂടുതൽ പിന്തുണയ്ക്കുന്നതിനായി നിലവിലുള്ള WCD സ്കീമുകളുടെ മാതൃകയിൽ വിദേശത്തുള്ള ഇന്ത്യൻ ഡിപ്ലോമാറ്റിക് മിഷനുകളിൽ വൺ സ്റ്റോപ്പ് സെന്ററുകളും സമർപ്പിത ഹെൽപ്പ് ലൈനുകളും സ്ഥാപിക്കാനുള്ള പദ്ധതികൾ റിപ്പോർട്ട് വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ താമസ, തൊഴിൽ, അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താനുള്ള പരിശോധന തുടരുന്നു. സെപ്റ്റംബർ 19 മുതൽ 25 വരെ നടത്തിയ റെയ്ഡിൽ നിയമലംഘനം നടത്തിയ 15,324 പേരെ അറസ്റ്റ് ചെയ്തതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. താമസ നിയമലംഘനം നടത്തിയതിന് 9,235 പേരും അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിന് 3,772 പേരും തൊഴിൽ നിയമലംഘനം നടത്തിയതിന് 2,317 പേരുമാണ് അറസ്റ്റിലായത്. രാജ്യത്തേക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 1,226 പേരും അറസ്റ്റിലായിട്ടുണ്ട്. ഇവരിൽ 48% യമനികളും 51% എത്യോപ്യക്കാരും 1% മറ്റു രാജ്യക്കാരുമാണ്. 116 നിയമലംഘകർ രാജ്യത്ത് നിന്ന് പുറത്തുപോകാൻ ശ്രമിച്ച പിടിക്കപ്പെട്ടവരാണ്. മൊത്തം 6,520 നിയമലംഘകരെ യാത്രാരേഖകൾ ശരിയാക്കുന്നതിന് അതത് രാജ്യങ്ങളുടെ എംബസികളിലേക്ക് റഫർ ചെയ്തു. 1,385 നിയമലംഘകരെ അവരുടെ യാത്രാ റിസർവേഷൻ പൂർത്തിയാക്കാൻ വേണ്ടിയും റഫർ ചെയ്തു. താമസ, തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവരെ കടത്തിക്കൊണ്ടുവരികയും അവർക്ക് അഭയം നൽകുകയും നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്ത 4 പേരും അറസ്റ്റിലായിട്ടുണ്ട്. പിടിയിലായവരിൽ 11,894 പേരെ നാടുകടത്തി. രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് പ്രവേശനം സുഗമമാക്കുകയോ അയാൾക്ക് ഗതാഗതമോ അഭയമോ മറ്റേതെങ്കിലും സഹായമോ സേവനമോ നൽകുന്നത് ഗുരുതരമായ കുറ്റമാണ്. ഇങ്ങനെ കുറ്റങ്ങൾ ചെയ്യുന്ന ഏതൊരാൾക്കും 15 വർഷം വരെ തടവും പരമാവധി 10 ലക്ഷം റിയാൽ പിഴയും ശിക്ഷ ലഭിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.